മുഖ്യമന്ത്രി പദത്തിനായുള്ള കോൺഗ്രസിലെ അടി ഇപ്പോൾ പാർട്ടിക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. മറ്റാരുമല്ല, മാത്യു കുഴൽനാടൻ. മുഖ്യമന്ത്രി പോരിൽ മുസ്ലിം ലീഗിന് മാത്യു കുഴൽനാടൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ വേണം, ലക്ഷ്മണ രേഖ മറികടക്കരുതെന്നും മുന്നറിയിപ്പ്. അതിനിടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തിരുവനന്തപുരത്ത് നിർണായക ചർച്ചകൾ പുരോഗമിക്കുകയാണ്. AICC നിരീക്ഷക സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് വീണ്ടും ചേരുകയാണ്. പ്രശാന്ത്, ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. കാരണം VD സതീശന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. മുസ്ലിം ലീഗ് സതീശനോടൊപ്പമാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം മുസ്ലിം ലീഗ് നേതാക്കൾ AICCയുടെ നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിന് മുമ്പെയാണ്, ഒരു മുഴം മുമ്പേ ഇപ്പോൾ മാത്യു കുഴൽനാടൻ എറിഞ്ഞിരിക്കുകയാണ്. അതായത് കോൺഗ്രസിലെ ആഭ്യന്തര കാര്യങ്ങൾ കോൺഗ്രസ് തന്നെ തീരുമാനിക്കും, ഞങ്ങളുടെ പാർട്ടി കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇടപെടേണ്ട എന്നുള്ളതാണ്. മാത്യു കുഴൽനാടൻ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് UDF ആണ്. അപ്പോൾ മുസ്ലിം ലീഗിനും ഒരു സേ ഉണ്ട്. ആ സേ അവർ എന്തായാലും AICC നിരീക്ഷകരെ അറിയിക്കും. അപ്പോൾ മാത്യു കുഴൽനാടൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് KC വേണുഗോപാലിനോട് അടുപ്പമുണ്ടാവും. പക്ഷേ എങ്കിലും മാത്യു കുഴൽനാടൻ ഒരു പാർട്ടിയുടെ നിയതമായിട്ടുള്ള ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് പോവുകയല്ലേ ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ? അനിൽ നമ്പ്യാർ, തീർച്ചയായും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി ചട്ടക്കൂടിന് വഴിയിലേക്ക് പോകുന്ന നിലയിലേക്കാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊരു പരാമർശം മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടി തന്നെ സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ ഒരു കൂട്ടുത്തരവാദിത്തമുള്ള മുന്നണി സംവിധാനം എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ മുന്നണികളോടും ആലോചിക്കും, അല്ലെങ്കിൽ മുന്നണിയുടെ അഭിപ്രായവും ചോദിക്കാറുണ്ട്. എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു പരാമർശം ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലാണ്, ലക്ഷ്മണരേഖ മറികടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ വേണം. മുസ്ലിം ലീഗിൻ്റെ ആഭ്യന്തര വിഷയങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല, എന്നാൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയങ്ങളിലും ഇത്തരത്തിൽ മുസ്ലിം ലീഗ് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം ഇതെല്ലാം പറയുമ്പോഴും മുസ്ലിം ലീഗ് UDFൻ്റെ അവിഭാജ്യ ഘടകമാണ്, നട്ടെല്ലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പരാമർശം കൂടി ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ലീഗിൻ്റെ ഒരു പിന്തുണ VD സതീശന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. ലീഗിൻ്റെ പല നേതാക്കളും പറയാതെ തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നൊരു കാര്യം നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടി ചേർത്ത് വായിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മാത്യു കുഴൽനാടൻ്റെ പരാമർശം എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. എന്തായാലും ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ KC വേണുഗോപാലിന് വേണ്ടിയുള്ളൊരു മുറവിളി കൂട്ടുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ പോലും KC അനുകൂല ഫ്ലെക്സ് ബോർഡുകൾ KPCC ആസ്ഥാനത്തേക്ക് വലിയ വാഹനങ്ങളിൽ കൊണ്ടെത്തിക്കുകയും ടെമ്പോകളിൽ കൊണ്ടെത്തിക്കുകയും അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെ KC വേണുഗോപാലിന് വേണ്ടി അനുകൂലികളുടെ ഒരു മുറവിളി ഒരു ഭാഗത്ത് നടക്കുന്നു. മാത്രമല്ല AICC നിരീക്ഷക സംഘം ഇവിടെ എത്തിയിരിക്കുന്നു. ഇന്ന് അല്പസമയത്തിനുള്ളിൽ ഇത്തരത്തിൽ MLA-മാരുമായി ഓരോരുത്തരുമായും വ്യക്തിപര കൂടിയാലോചനകൾ നടത്തുന്നു, വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ഇത്തരത്തിലൊരു പരാമർശം കൂടി ഇത്തരത്തിൽ മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തും വന്നിരിക്കുന്നത്. ഇനി എന്ത് പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് ഉണ്ടാകുക എന്നതാണ് ഏവരും നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു പരാമർശം മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ലക്ഷ്മണരേഖ മറികടക്കാൻ പാടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ അത് തന്നെ വേണം, മുസ്ലിം ലീഗിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും കോൺഗ്രസ് ഇടപെടാറില്ല, സമാനമായ രീതിയിൽ തന്നെ വേണം തിരിച്ചും ഉണ്ടാകണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെ ഒരു പരാമർശമായിട്ട് വന്നിരിക്കുന്നത്. ലീഗ് ലക്ഷ്മണരേഖ മറികടക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകി കോൺഗ്രസിന്റെ നിയുക്ത MLA മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടന്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ പറഞ്ഞില്ലേ, അവർ അഭിപ്രായങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ, എന്തോരം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഇതിനകത്തൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളുണ്ട്. അതായത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടേണ്ടല്ല, കോൺഗ്രസ്സിന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് തന്നെ തീരുമാനിക്കും, ലീഗിൻ്റെ ശുപാർശ അതിൽ വേണ്ട എന്നാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരിക്കുന്നത്.